ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്ന് വീണ്ടും പരിഗണിക്കും. പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച കാര്യം SIT ഇന്ന് ഹൈക്കോടതി അറിയിക്കും. അന്വേഷണം ആരംഭിച്ച് 7 മാസം പിന്നിട്ടിട്ടും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്തിമ റിപ്പോർട്ട് SIT കൊടുത്തിട്ടില്ല. വിഷ്ണു സുരേഷ് അപ്ഡേഷനുമായി ചേരുന്നു. പറയൂ വിഷ്ണു. ഗുഡ് മോർണിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് വീണ്ടും പരിഗണിക്കുകയാണ്. കഴിഞ്ഞ തവണ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇത് പരിഗണിച്ച ഘട്ടത്തിൽ അതിന് ഇടക്കാല ഉത്തരവിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം 2025 ഈ ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് സ്വർണം പൂശാൻ കൊണ്ടുപോയിരുന്നു. അതിന്റെ അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. അതിന്റെ ഒരു റിപ്പോർട്ട് ഇന്ന് കോടതിയിലേക്ക് സമർപ്പിക്കുമെന്ന് SIT അറിയിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ഇടക്കാല ഉത്തരവിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഉത്തരവാണെന്ന് ആ റിപ്പോർട്ടാണ് നേരെ നിർണായകമാകുക. SP ശശീന്ദ്രൻ അടക്കമുള്ള ആളുകൾ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് എത്തി കാര്യങ്ങൾ ധരിപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലാണ് നടന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ശബരിമല സന്നിധാനത്ത് വീണ്ടും SIT എത്തി പ്രഭാമണ്ഡലത്തിൽ നിന്നും അതോടൊപ്പം ഈ ദ്വാരപാലക ശില്പങ്ങളിലെ മറ്റു പാളികളിൽ നിന്നും കട്ടളപ്പാളിയിൽ നിന്നുമൊക്കെ സ്വർണത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. അത് പരിശോധനയ്ക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി തേടി ഇന്ന് ഹൈക്കോടതിയിലേക്ക് വീണ്ടും എത്തും. ആ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ടിലേക്ക് പോകുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 7 മാസമായി അന്വേഷണം തുടങ്ങിയിട്ട് പല രാഷ്ട്രീയ കോണുകളിൽ നിന്ന് തന്നെ ഇതിനോടകം വിമർശനം വന്നിട്ടുണ്ട്. SITയുടെ അന്വേഷണം പോരാ എന്നാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ സംശയമുണ്ടെന്നാണ് ദേവസ്വം മന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോൾ അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ട ചുമതല SITക്കുണ്ട്. അതിന് ഇനിയിപ്പോൾ ലഭിക്കാനുള്ളത് ഇപ്പോൾ അയച്ചിട്ടുള്ള സാമ്പിളിന്റെ പരിശോധനാ ഫലമാണ്. അതുകൂടി വന്ന ശേഷമായിരിക്കും അന്തിമ റിപ്പോർട്ടിലേക്ക് പോകുക. ഇന്ന് കോടതിയുടെ ഇടക്കാല ഉത്തരവ് വൈകിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.